When we start to short, we start to crave. Oh, I pray the Lord to free me. I've fallen for the love that anyway couldn't be. I've been searching for the light that could just open my eyes. Oh no, sixth floor right now. Please help me stay. Hello everyone. So as I mentioned before, here comes my first vlog. വ്ളോഗിങ്ങിനെ കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് ഇറ്റ് വാസ് മൈ വെഡ്ഡിങ് ദാറ്റ് വാസ് അബൌട്ട് ടു ഹാപ്പൻ. സോ ഞാൻ ഓർത്ത് വെഡ്ഡിങ് പ്രിപ്പറേഷൻസൊക്കെ ഓരോന്ന് ചെയ്യുന്നതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് അതെന്നെ ഫസ്റ്റ് കോണ്ടൻറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെഡ്ഡിങ് പ്രിപ്പറേഷൻസ് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് കൂടുതലും ഈ വ്ളോഗിലുള്ളത്. ആൻഡ് സീരിയസ് ആയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ വീട്ടുകാരുമാണ് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ കോണ്ടൻറ്റാണ് നിങ്ങൾ ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി. കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുമ്പം ആ സമയത്ത് ഞങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തമാശ കാര്യങ്ങളൊക്കെ. ആൻഡ് പ്ലീസ് ഡു വാച്ച് ഇറ്റ് ആൻഡ് ഡു ലെറ്റ് മി നോ യുവർ സജഷൻസ്. ആൻഡ് യാ, ഹിയർ യു ഗോ. കല്യാണം എന്ന് പറയുമ്പോൾ ആദ്യമേ നമുക്ക് വെന്യൂ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ജാനുവരി ഫസ്റ്റ് വീക്കാണ് ഞങ്ങൾ ഓഡിറ്റോറിയം ഫിക്സ് ചെയ്തത്. ഇത് റോയൽ പാലസ് കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയും. ട്രിവാൻഡ്രം വെഞ്ഞാറമൂടിൻ്റെ അടുത്തുള്ള പിരപ്പൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇത് 2 lakhs നമുക്ക് ഇവരുടെ ചാർജ് വരുന്നുള്ളൂ. ആൻഡ് 1.3 lakhs വരെയൊക്കെ പേഴ്സണലി നമുക്ക് അവരെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എമൗണ്ട് റിഡക്ഷൻ കിട്ടും. നല്ല പ്രോപ്പർട്ടിയാണ്. 600 ആൾക്കാരെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. ആൻഡ് താഴെ റിസപ്ഷൻ ഏരിയയിൽ 300 ഹെഡ് കൗണ്ട് അറ്റ് എ ടൈം ഓക്കുപ്പൈ ചെയ്യാനും പറ്റും. നല്ല പ്രോപ്പർട്ടിയാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ നല്ല ആംബിയൻസും പാർക്കിങ്ങാണ് എടുത്ത് പറയേണ്ടത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിങ്ങും ഒക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ബട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെയാണ്. ഡേറ്റ്സിൻ്റെ കൺവീനിയൻസ് കുറച്ച് അങ്ങോട്ട് മാറിയത് കാരണം നമുക്ക് സിറ്റിക്കകത്ത് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ ലൊക്കേഷൻ വെന്യൂ ഫിക്സ് ചെയ്തത്. കാരണം സിറ്റിക്കകത്തുള്ള പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റ്സിന് അവൈലബിൾ അല്ലായിരുന്നു. സോ ഫൈനലി വി ഫിക്സ്ഡ് റോയൽ പാലസ് കൺവെൻഷൻ സെൻറ്റർ, പിരപ്പൻകോട്. Hello everyone. So today is March 31st and we are at Kedaram Shopping Complex, Kesavaspuram, and today we are going to take wedding card. Yes. അപ്പോൾ ഇവിടെ ഇതിനകത്തൊരു വെഡിങ് കാർഡ് ഇതുണ്ട്. അപ്പം ഇന്ന് റംസാൻ ആയറിനോ ഉണ്ടോ നമുക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ വിൽ ഗോ ആൻഡ് ചെക്ക്. ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വെഡിങ് കാർഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കും. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. സോ കാർഡ്സ് എംപോറിയം, ഇതാണ് നമ്മൾ തപ്പിപ്പോകുന്ന കട. എവിടെ കാണുന്നുണ്ടോ കാർഡ്സ് എംപോറിയം? അടിപൊളി. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ തേടി വന്ന കട അടച്ചേക്കൊണ്ട് അടുത്ത കട കാർഡ്സ് എംപോറിയം. സോ ഐ തിങ്ക് സ്റ്റാച്ചു ഒരു കട ഉണ്ടെന്ന് തോന്നുന്നു. Okay, let's go. So we'll go there. Statue. Statue വരെ വെയിലത്ത് പോകാനോ? Say hi to my അമ്മച്ചി also. അമ്മച്ചി? അമ്മച്ചി is with me always. Okay, that was scary. So റോഷന്റെ ഒരു ഇതുണ്ട്. റോഷന്റെ ദേഹത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മുറിവുകൾ വരുന്നു. She's saying that that's her അമ്മച്ചി. Yeah, Scratching. trying to communicate from 6th dimension. Yeah. First time I am hearing something like that. അങ്ങനെ ഞങ്ങൾ സ്റ്റാച്യൂവിലാണ് പോകാൻ ഉദ്ദേശിച്ചെങ്കിലും വി ഫൗണ്ട് അനദർ പ്ലേസ്, ലവ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കവടിയാർ ജവഹർ നഗറിലുള്ള ഒരു വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ്സിൻ്റെ ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടേക്ക്. സോ ഗൈസ്, ഫസ്റ്റ് പ്ലേസ് ഫ്ലോപ്പ് ആയതുകൊണ്ട് വി ഹാവ് കം ടു സെക്കൻഡ് പ്ലേസ്. ദിസ് ഇസ് ഇൻ കവടിയാർ ജവഹർ നഗർ ആൻഡ് ദ നെയിം ഓഫ് ദി പ്ലേസ് ഈസ് Love letters. So let's go inside and see. ഒരു ഭയങ്കര ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള സ്ഥലമാണ്. I'll show you. സോ ഞങ്ങൾ കാർഡ് നോക്കി അവസാനം ലവ് ലെറ്റേഴ്സിലെത്തി. ഫിക്സ് ദിസ് കാർഡ്. വലിയ കുഴപ്പമൊന്നുമില്ല.
അത്യാവശ്യം ബഡ്ജറ്റ് വെക്കുന്നത് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു കാർഡ്. ഞാൻ അതാണ് നോക്കിക്കൊണ്ടത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതായിരുന്നു എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ട. ബട്ട് ദാറ്റ്സ് ബിയോണ്ട് അവർ ബഡ്ജറ്റ് വേണേ എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ കുറച്ച് ചിന്തിക്കുമ്പോൾ യൂഷ്വലി എല്ലാവരും അതല്ല ചെയ്യുക. വെഡിങ് കാർഡ് നമ്മൾ ഇത്ര കാര്യമായിട്ട് കൊടുത്താലും ആൾക്കാർ പത്രത്തിലൂടെ തൂക്കി വെക്കത്തുള്ളൂ. സോ അവരിത് കാരണം അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞു. കല്യാണക്കുറി സക്സസ്ഫുള്ളി. ഐ തിങ്ക് മറ്റേ കട തുറക്കാൻ എന്തുകൊണ്ട് നന്നായി. അവിടെ എന്തായാലും ഇങ്ങനത്തെ ഡിസൈൻസ് ഇല്ലാന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ കല്യാണക്കുറി എടുക്കാൻ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ അവിടെ എത്രയും കളക്ഷൻസ് എന്തായാലും ഇല്ലായിരുന്നു. കൊള്ളാം. അപ്പോൾ നാളെ നമുക്ക് പ്രൂഫ് കിട്ടും. ആൻഡ് വൺസ് വി കൺഫേം വിൽ ഗെറ്റ് ഇറ്റ് ഡെലിവേർഡ് ഓൺ സാറ്റർഡേ. Okay. So what's our next plan? Gerald wants to eat biryani. But I'm on diet. Hi Babin. We both are on diet, but ഇന്ന് റംസാൻ ഒക്കെ ആയിട്ട് ഒരു ബിരിയാണി കഴിച്ചില്ല. Not me Babin. സോ ഇനിയിപ്പം മുമ്പേ പറഞ്ഞ പോലെ ലഞ്ച് ടൈം. റംസാൻ ആയിരുന്നു ബിരിയാണി കഴിക്കണമെന്നുള്ള പ്ലാൻ. സോ വി ഹാവ് കം ടു എ റെസ്റ്റോറന്റ്. We came to a restaurant at Vellayambalam and we have some chicken. Yeah, and veg salad. ആ ഒരു വെട്ട് മാറായിരുന്നു. അതാ പേര് പറഞ്ഞില്ലെങ്കിൽ ആ ഇതിനായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും ഏത് റെസ്റ്റോറന്റ്. ബിക്കോസ് ഭോജ രാജാവ് is standing there. When we started to shine, we started crave. Oh, I pray the Lord to free me. സോ കാത്തിരുന്ന് അവസാനം ഇതിന്റെ പേരെന്തായിരുന്നു? മലായ് ചിക്കൻ കിട്ടി. ആ മലായ് ചിക്കൻ കഴിക്കാൻ നോക്കട്ടെ അങ്ങനെ ഉണ്ടോ ടേസ്റ്റ്. യു ട്രൈ ഇറ്റ്. എന്തായാലും ബിരിയാണി ഇപ്പം വരും തോന്നുന്നില്ല. Search for the light that could just open my eyes. Sixth floor right now. Good. Please help me stay. I don't know where's my soul right now. But should I'd stay with the meds at that time. Sixth floor of the ground. Stuck in my head, maybe I just could be flying. സ്കൂൾ ചിലപ്പം വിശന്നിരിക്കുന്നുണ്ടായിരിക്കും. ഒരു 1.5 മണിക്കൂർ നോക്കിയതിന്റെ അവസാനം നമ്മുടെ ചിക്കൻ ബിരിയാണി ഇട്ട് ഞാൻ കഴിച്ചു പോകട്ടെ. ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ആ ചിക്കൻ്റെ പീസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കൂട്ടി കഴിച്ചു. ബിരിയാണി പോലാണ്. Like eating biryani. When we started to shine, we started crave. Oh, I pray the Lord to free me. I've fallen for a day love that anyway couldn't be. I've been searching for the light that could just open my eyes. Oh no, sixth floor right now. Please help me stay. I don't. So finally we are at Fruit Bay. കുറേ വെയിൽ കൊണ്ട് നടന്നിട്ട്. So somebody is going to try the Fruit Bay chocolate for the first time. No, it's not the first time. I tricked you into buying it. This guy, no, is a pishikin and don't let me buy anything. What? So She's not buying everything. I tricked him, said, yeah, guys, still please buy. You take one. To be honest, I don't like any of those. You can go. Which one do you want? It's a good favorite. Alright? I had to try it. Tadakile. Told you right. Give me my money back. Told you right. ഭയങ്കര റോവായിട്ടുള്ള ടേസ്റ്റ്.
You should put some berry in her taste. Okay, what you put in the How do you കുടിക്കുന്ന വേറെ തോന്നുന്നു. സോ ഫ്രൂട്ട് ബൈയുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു റെയ്മണ്ട് ടു ചെക്ക് എന്റെ കല്യാണം ഔട്ട്ഫിറ്റിന്റെ this guy a complete man. ടു മേക്ക് മീ കംപ്ലീറ്റ് മാൻ. ആൻഡ് ബ്രൂണോയ്ക്ക് കുളിക്കാനുള്ള ഷോപ്പും സാധനത്തും മേടിക്കാനുള്ള നോട്ട് ഷോപ്പ്, ഐ മീൻ സോപ്പ്. നീ ഇവിടെ ഇരുന്നാൽ ഞാൻ വന്നോളാം. സോ ഫൈനലി ഇന്നത്തെ കറക്കം മുഴുവൻ കഴിഞ്ഞ് അവസാനം വി ആർ വൈൻഡിങ് അപ്പ് ദിസ് ഡേ. കാരണം ടയർഡ് ലൈക്ക് എനിത്തിങ്. സോ അതുകൊണ്ട് ഇനിയിപ്പം വീട്ടിൽ പോവാണ്. ഷീ നീഡ്സ് ടു ക്യാച്ച് an Uber and go home and sleep for like 10 hours because this guy is so tired. such a tiring day, but കുറെ കാര്യങ്ങൾ കവർ ചെയ്തു. ബാക്കി വീട്ടിൽ പോകട്ടെ. ബൈ. So that's how Roshan Jacob is going home. സോ ഇന്ന് 31st ഈവനിങ് തന്നെ ഞങ്ങൾ സ്നേഹയ്ക്കുള്ള സെക്കൻഡ് സാരി നോക്കാനായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി സാരി സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അത് സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പം 3 സാരി ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. അതിൽ ഏതാണ് കറക്റ്റ് വരുന്നത് നോക്കണം. ഏതാ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായത്തിൽ ഏത് സാരി നടക്കില്ല. എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു. എനിക്കും ചിന്നുവിനും ഇപ്പം ചിന്നുവിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക സാരി. ഇപ്പം നമ്മളിപ്പോൾ സാരി നോക്കാൻ വരാൻ കാരണം നാളെ ചിന്നു അയർലൻഡിൽ നിന്ന് പോകും. അപ്പോൾ ചിന്നുവിന് കല്യാണത്തിന് എന്തെങ്കിലും ഒരു പരിപാടിക്കകത്ത് ചിന്നുവിൻ്റെ കൈ വരണം എന്നുള്ളതുകൊണ്ട് ചിന്നു സാരി എടുക്കാൻ ഇന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ വരത്തുള്ളായിരുന്നു. അപ്പോൾ ചിന്നുവിൻ്റെ കഴുത്ത് തന്നെ ഒരു സാരി സെറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ലെറ്റ്സ് സീ. By the way, we are at Kalyan Silks Palayam. കല്യാണത്തിൻ്റെ കാര്യങ്ങൾ കുറച്ച് പതുക്കെ ചെയ്താൽ മതി, സമയമുണ്ടെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ഇന്നിപ്പോൾ ഓരോ പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇന്ന് ഇപ്പോൾ March 31 ആയി. നാളെ April 1st. കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയ ദിവസം 29th സ്നേഹ വരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ സ്നേഹയെ കാണാൻ പോകുന്നു. അപ്പോൾ ഈ സാരി കൊണ്ടുപോയി കൊടുക്കുകയും വേണം. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായി പോകുന്നത്. ഇത്രയും നാളെ സമയമുണ്ട് ഇനി സമയമുണ്ടല്ലോ ഓർത്തിരിക്കണം. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഒട്ടും സമയമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. കൊടുത്ത് കഴിയുമ്പോൾ എങ്ങനെ എനിക്ക് സാരി അങ്ങനെ അധികം സമയം ചിലവഴിക്കാതെ നമ്മൾ പെട്ടെന്ന് സാരി എടുത്തു. അധികം നമുക്കൊരു സാരി നോക്കി കുറേ ഇരിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ അത്രയും ഇരിക്കേണ്ടി വന്നതിന് ഇപ്പം സാരി എടുക്കാൻ പറ്റി. And I'm still going down. Keep my stories on just my pride and tears. Bro, അങ്ങനെ സ്നേഹക്കുള്ള സാരി ഒറ്റയടിക്കാൻ പറ്റൂ. ഞാൻ ഓർത്ത് കുറേ സമയം എടുക്കേണ്ടി വരും. പക്ഷെ അത്രയും അധികം സമയം എടുക്കേണ്ടതില്ല, പെട്ടെന്ന് എടുക്കാൻ പറ്റി. When we started to shine, we started crave. Oh, I pray the Lord to free me. I've fallen for the love that anyway couldn't be. I've been searching. ഇത്രയും എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു നാരങ്ങാവെള്ളം കുടിച്ചില്ല രസമില്ല. This will be Chinnu's last നാരങ്ങാവെള്ളം from here. ഇതാണ് ഇവിടെ പോയിട്ട് നാരങ്ങ വെള്ളം. നെക്സ്റ്റ് ഡേ
ചിന്നു അയർലൻഡിന് പോകുമായിരുന്നു. ചിന്നുവിൻ്റെ അയർലൻഡിന് വേണ്ടിയുള്ള പ്രോസസ്സൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ചിന്നു കല്യാണത്തിന് എന്തായാലും ഉണ്ടാവില്ല അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ തലേന്ന് പോയി സാരിയൊക്കെ എടുക്കാൻ പോയത്. അപ്പം ചിന്നുവിൻ്റെ ആഗ്രഹം ചിന്നുവിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കല്യാണത്തിന് വേണ്ടി ചെയ്യണമെന്ന്, അങ്ങനെയാണ് ഞങ്ങൾ സാരി എടുക്കാൻ പോയത്. ആൻഡ് ചിന്നു ഇതിന് മുന്നേ സൗദിയിലായിരുന്നു. ആൻഡ് ഷെയർ സൈഡ് ആൻഡ് കെയിം ഡൗൺ പുറത്തേക്ക് വേറെ ഏതെങ്കിലും കൺട്രി നോക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ നാൾ ട്രൈ ചെയ്തു, ഓൾമോസ്റ്റ് ട്രൈ ചെയ്തു. അങ്ങനെ ഫൈനലി അയർലൻഡിലേക്ക് തന്നെ കിട്ടി. സ്നേഹം അവിടെ ആണ്, അപ്പം അവിടെ കമ്പനി ഉണ്ട് എന്തായാലും. ഷി വാസ് സോ ഹാപ്പി ടു ഗോ. ബട്ട് അച്ചാച്ചനിവിടെ ആയ കാരണം അതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ബട്ട് ഷീ ഈസ് ഓൾവേസ് ഡിറ്റർമിൻഡാണ് എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളത്. ആൻഡ് എന്നിട്ട് ഷീ ഗെറ്റ്സ് ഇറ്റ്. ഷീ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് വിഷമം നിറഞ്ഞ നിമിഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ മൊമെൻറ്റ്സാണ് ഉണ്ടായിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ് ഒരു അധികം ഒരുമിച്ച് നിന്നിട്ടുള്ള ടൈമൊക്കെ വളരെ കുറവാണ്. എപ്പോഴും വരുന്നു, കുറച്ച് ദിവസം ഒരുമിച്ചേക്കും, വീണ്ടും പോകും അങ്ങനെ. ആൻഡ് ചിന്നു ആസ് എ പേഴ്സൺ ഞങ്ങൾ 3 പേരിലും ഏറ്റവും കൂടുതൽ എന്താ പറയുക, കുറച്ച് എയിംഫുള്ളൊക്കെ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ കൂടുതലും എന്താ പറയുക, അത്രയും ഫീലിങ്സ് ഒന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ആളാണ് ചിന്നു എന്ന് പറയുന്നത്. ആൻഡ് ഇത് കാണുമ്പം ഷീ മസ്റ്റ് ബി ലാഫിങ്. ബട്ട് പേഴ്സണലി എനിക്കത് ഒത്തിരി ഫീൽ ചെയ്തിട്ടുള്ള ആളാണ്. അതായത് അങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ഷീ കീപ്പ് ഇറ്റ് ടു ഹെർസെൽഫ്. Today is 14th of April, Vishu, and here we are after the workout. Instead of walking on treadmill, I decided to walk on the streets. So right now I'm at Pattam, and with me it is. Hi, your Vishikani is here. Yeah. Every time she tries to make a unique entrance, but looks very funny. So He's jealous. He don't have my sass. Yeah. ജിമ്മി തറ ഞങ്ങള് ആ ലൈനിന്റെ പേരെന്തായിരുന്നു? ചാലക്കുടി. ചാലക്കുടി റോഡ് കണക്ട് ചെയ്തത് കേശവാസുരം ഉള്ളൂർ റോഡിൽ നിന്ന് പട്ടം ചാലക്കുടി റോഡ് കണക്ട് ചെയ്യുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് നടന്ന് ഇപ്പൊ പട്ടത്തെത്തി ആൻഡ് വാക്കിംഗ് ടുവേർഡ്സ് ദ ജിം. ജിമ്മിലാണ് വണ്ടി ഇരിക്കുന്നത്. സോ ടുഡേ ഇസ് വിഷു. വിഷു, വാട്ട്സ് യുവർ വിഷു മെമ്മറി? Oh no. Sorry. My appachi giving me kainetam, and this is the first Vishu without her kainetam. Yeah. It hurt me so much. I shouldn't. എനിക്ക് നല്ല വിഷമമാണെന്ന്. Look at the exact question he asked today. Sorry, that was not intentional, but What is your Vishu memory? My Vishu memory is ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതിന് മുന്നേ കണിയായിട്ട് യേശുവിന്റെ പടം വെച്ചിട്ട് കിടക്കുമായിരുന്നു. ആൻഡ് രാവിലെ എണീക്കുമ്പോൾ അത് തുറന്നു നോക്കും യേശുവിനെ കാണാനായിട്ട്. That was my memory. Cheryl had the best Vishu, I think. Oh, I'm never going to forget that. രാവിലെ something happened. I don't want to say that in the vlog. Anyway, ഞങ്ങൾ നടക്കട്ടെ. All the old uncles like me. Because I look like Jayabharati. Ayo. So yesterday these guys went for Really for us Sunday? That's all. No. Yesterday bridesmaidന്റെ ഡ്രസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം കൂടി. റോഷൻ, പ്രിയജ and Chitra. And how was it? It was really good. We got the French time without the sky. That's a plus. We had a lot of fun. Kannan was there. We were having the best time. We were looking at Alshilata clothes also. I would say it's a proper girls' day. Yeah. So after so many days, my best friend, so-called best friend, Mr. Anas Abdul Kalam is back. So meet him. So in the we went to the auditorium to check how the Decker team വന്നിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. 12 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ വന്നപ്പോൾ അരമണിക്കൂർ ലേറ്റ് ആയെങ്കിലും നമ്മളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്. നമുക്ക് യാതൊരു കണക്ഷനും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ പറഞ്ഞ കണക്ക് ചില നമ്മൾ കണക്ട് ആയി കിട്ടുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ we had to book hotel for സ്നേഹ ആൻഡ് പാർട്ടി. അവർക്ക് കല്യാണത്തിന് തലേന്ന് വന്ന് സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പോൾ we are going to PMG, അവിടെ KTDC മാസ്റ്റർ
Anas, what do you think about my marriage? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യത്തിൽ നിനക്ക് എന്ത് തോന്നുന്നു? എന്താണ് എനിക്ക് പറയുന്നത്? As a married man, husband, father, കല്യാണം കഴിക്കാൻ പോകുന്നതിനോടുള്ള അഡ്വൈസ് നിനക്ക് എന്താണ് പറയുന്നത്? ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. Don't do that എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. സോ അനസാണ് എന്റെ സുഹൃത്തും വഴികാട്ടിയും ഗൈസ്. വഴി തെറ്റിക്കുന്നതും നേരിട്ടുള്ള വഴി കാണിച്ചു തരുന്നതും. അതെ, ഇവൻ വഴി തെറ്റുന്ന കാര്യങ്ങൾ എന്റെ മണ്ടേ കൊണ്ട് ഇടുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവനെ വഴി തെറ്റിക്കാറില്ല. കോളേജിൽ കണ്ട കാലം മുതല് ഇടയ്ക്ക് ഇങ്ങനെ പോയാലും പിന്നെ തിരിച്ചു വരും. ബേസിക്കലി ഇവിടെ അല്ലേ മസ്കറ്റ്? അപ്പൊ സാറ് എവിടെ ലൊക്കേഷൻ എവിടെ സാർ നമുക്ക്? ചെന്നൈയിലാണ് സാർ. അതെ, സാർ കോട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? So we have come to Muscat hotel for booking and room ഒക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. This is a suite room and looks pretty കുറച്ച് ബിഗ് ആണ്. 4 പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള അത്യാവശ്യം ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. So we are proceeding to book the room. നോക്കിയോ? അത്യാവശ്യം നല്ല സ്പേഷ്യസ് റൂമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തത് ഇത് തന്നെയായിരുന്നു. അപ്പോൾ ജസ്റ്റ് റൂം ഒന്ന് കാണാനായിട്ട് വന്നതേ ഉള്ളൂ. ഗൈസ്, സംഭവം റൂമൊക്കെ നോക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ത്രൂ ആണ് കാര്യങ്ങൾ അല്ലേ? Yes. So let's go and book the room. So I think we are again going to view one more room. ഏതാണ് ബെസ്റ്റ് ആംബിയൻസ് ഉള്ളത്? That will select. കണ്ടിട്ട് ഇവിടെ ഒന്ന് താമസിക്കാൻ തോന്നുന്നല്ലേ? മറ്റേതൊക്കെ ഇതാണ് കുറച്ചുകൂടെ നല്ല. റൂമും സെപ്പറേറ്റ് ആണ്. ഈ റൂം നമുക്ക് പൂൾ വ്യൂ ആണ് ഗൈസ്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പൂള് കാണാം, ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് റോഡ് കാണാം. ഈ റൂം കണ്ടില്ല. ദിസ് ഇസ് എ പ്രീമിയം റൂം ബട്ട് കോസ്റ്റ് വരുന്നത് മറ്റേന്ന് നേരെ പകുതി വരുന്നുള്ളൂ. മറ്റേന്ന് പറയുമ്പോൾ കോസ്റ്റിന്റെ ഡബിൾ പോവുകയും ചെയ്യും. കോസ്റ്റ് എഫക്റ്റീവ് ആണ് പുള്ളിയുടെ മെയിൻ സാധനം. കാരണം ജസ്റ്റ് 1 നൈറ്റ് സ്റ്റേ ചെയ്യുന്നു, രാവിലെ മേക്കപ്പ് ചെയ്യുന്നതിന്റെ ഫോട്ടോ. കല്യാണം കഴിഞ്ഞ് നമുക്ക് സ്റ്റേ ചെയ്യാൻ അപ്പം രാവിലെ മേക്കപ്പും കഴിഞ്ഞിട്ട് പിന്നെ പുറത്താണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഐ തിങ്ക് ഒരു ആവശ്യം വരുന്നുള്ളൂ. നീ ആലോചിച്ചു, നീ ബ്ലോഗൊക്കെ ചെയ്യുന്നത് നീ വേറെ ലെവലിലായി. ആ സമയത്ത് നിന്റെ പഴയ ബ്ലോഗിലൊക്കെ വരുമ്പോൾ നിന്റെ ഒരു കല്യാണത്തിന് നീ ഇങ്ങനെ കാണിച്ച് മനസ്സിൽ ചിന്തിക്കാൻ പറ്റും. I'll be more happy. കാരണം ഞാൻ അത് കാശ് ഇത്ര വരെ സ്പെൻഡ് ചെയ്തില്ലല്ലോ. കാശൊക്കെ ആവുമ്പോൾ നോക്കുമ്പോൾ ഇതുപോലെ മറ്റേ കൂടിയ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യാം. ഇവരിങ്ങനെ പറയാം, കാരണം അവന്റെ കാശല്ലേ പോകുന്നത്, എന്റെ കാശല്ലേ പോകുന്നത്. സോറി, നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെയൊക്കെയാണ് പുള്ളി ചിന്തിക്കുന്നത്. So guys, we are going to book the room. ഈ കണ്ട പ്രീമിയം റൂം. ഓക്കെ, ഞാൻ കുറേ വീഡിയോ എടുക്കും.
നിന്റത് മാത്രം അവസാനം എന്റെ ബ്രൈഡൽ ഷൂട്ട് ആവുമെന്ന്. സോ ഗൈസ് അങ്ങനെ നമ്മൾ റൂം ബുക്ക് ചെയ്തു. KTDC ഹോട്ടലാണേ ഉള്ളൂ. GST ഒക്കെ വരുമ്പോൾ അത്യാവശ്യം ഉദ്ദേശിച്ചതിനെക്കാട്ടിലും അപ്പുറത്ത് പോകണം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അന്നത്തെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കുള്ള എല്ലാം ആംബിയൻസ് നല്ലപോലെ ഉണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ലുക്സ് ലൈക്ക് Anas got some serious topics in between. ഈ ഹോട്ടല് നമ്മുടെ KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വരുമ്പോൾ ഹി യൂസ് ടു സ്റ്റേ ഹിയർ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. KTDC പ്രോപ്പർട്ടി ആയതുകൊണ്ടായിരിക്കാം. സ്നേഹയ്ക്ക് വേണ്ടിയിട്ട് റൂം ബുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴും അന്ന് ആദ്യം തൊട്ട് എൻ്റെ മനസ്സിൽ ഫോർ സം റീസൺ ഐ ഡോണ്ട് നോ വൈ, വേറെ ഹോട്ടൽസ് ഇവിടെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ആദ്യം തൊട്ട് വന്നിട്ട് PMC ഉള്ളത് മേ ബി നമ്മുടെ വീടിനടുത്തും കുറച്ച് അടുത്തുള്ളതും ഈ ഹോട്ടലായതുകൊണ്ടായിരിക്കാം എനിക്ക് എപ്പോഴും ഇങ്ങനെ KTDC ഹോട്ടലിൻ്റെ കാര്യം എപ്പോഴും എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. സോ ഫൈനലി വി ബുക്ക്ഡ് ഇറ്റ്. ആൻഡ് ഇനി May 6th സ്നേഹയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ വരുന്നുണ്ടാവില്ല, അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ചിലപ്പോൾ വരേണ്ടി വരും. പിന്നെ നമ്മൾ 7th രാവിലെ ഫോട്ടോഷൂട്ടിനായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ഫോട്ടോഷൂട്ട് രാവിലെ ഇവിടെ ബ്രൈഡ്സും മെയ്ഡ്സും ബെസ്മെൻ്റൊക്കെ ആയിട്ട് വരേണ്ടി വരും. ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. സോ അന്ന് എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണാം. ഇന്നലെ നമ്മുടെ തന്നെ ടീംസൊക്കെ പോയിട്ട് ഫോട്ടോ എല്ലാം മെറ്റീരിയലൊക്കെ എടുക്കാണ്ട് പോയി. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം എങ്ങനെ വരുന്നുള്ളത് നമുക്ക് നോക്കി കാണാം. സോ അങ്ങനെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് തിരിച്ചിറങ്ങുകയാണ്. ഇനി നെക്സ്റ്റ് വിൽ ബി കമ്മിങ് ബാക്ക് ഓൺ May 5th 6th. വൃത്തികെട്ടവനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവന് എൻ്റെ കല്യാണത്തിന്റെ ഡേറ്റ് പോലും ഇപ്പോഴും വലിയ തിട്ടമില്ല. അവൻ്റെ ഇടയ്ക്ക് ബിസിനസ് കോൾസ് വന്നുകൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയതാ. ക്ഷമിച്ചിരിക്കുന്നു. രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത്. അതെ, രണ്ടറ്റം വല്ലാണ്ട് കൂട്ടിമുട്ടിക്കുന്നുണ്ട്. അറ്റം വല്ലാണ്ട് കൂട്ടിമുട്ടിക്കുന്നുണ്ട് ആശാൻ. ഇനി അടുത്ത് നമ്മള് ഇതുപോലെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കല്യാണം വിളിക്കാനായിട്ട് പോവാണ്. പുള്ളിക്കാരത്തിന് നേരിട്ട് പോയി വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ പറയും ആമിനെ വരെ ഇവിടെ വന്ന് കല്യാണം വിളിച്ചെന്ന് പറയും. അതുകൊണ്ട് ആമിനെയാണ് ഇതൊക്കെ പരിപാടിയൊക്കെ ഒപ്പിച്ചു വെക്കുന്നത്. ആമിനെ ആവശ്യമില്ലാത്ത സീനുകൾ ഒപ്പിച്ചു വെച്ച കാരണം നോ ഐ ഹാവ് ടു ഫോളോ. ഇതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ പറയും ഓ ഡേ നീ ആമിനെ വന്നുകൊണ്ടല്ലേ കല്യാണം വിളിക്കാൻ വന്നതെന്ന് പറയും. ഒരിക്കലും അങ്ങനെയല്ല. പ്രീജ വീസ് നമ്മൾ നേരിട്ട് പോയി കല്യാണം വിളിക്കുന്നതായിരിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവന്റെ ഒരു ബേസിക് ടാക്ടിക് ഉണ്ട്. അതായത് എവിടെ എങ്ങനെ നിൽക്കണമെന്നുള്ളത് അതവൻ വളരെ ക്ലിയർ ആയിട്ട് സിറ്റുവേഷനിൽ അവൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ പരിപാടികളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയും വഴുതക്കാട് പോവാം. ഇയാളുടെ ഓഫീസ് പണ്ട് അവിടെ കണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അല്ലേ? അതെ ഓഫീസ്, കോളന്റെ ഓഫീസ് ഇവിടെയാണ്. സോ അനസിനെ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ ഒരു കമ്പനി കയറി, ഇപ്പം ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്ന കമ്പനി ഗോയിങ് ടു ഫിനിഷ് 5th year. അപ്പം എല്ലാവരും പറയും 5 വർഷമായിട്ട് വേറെ കമ്പനി നോക്കാൻ നമുക്കൊരു എന്താ കോമ്പൻസേഷൻ വൈസ് ഒക്കെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, പ്രൊഫഷണലി അല്ലെങ്കിൽ കരിയർ വൈസ് ഒക്കെ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ ഞാൻ ആ ഒരു ശരിക്കും പറഞ്ഞ ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരുന്ന് പോകണം. പക്ഷെ അനസ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ബെനിഫിറ്റ്സ് ഉണ്ട് പുള്ളിക്ക്. പുള്ളി ഇല്ലാതെ അവിടെ ഇരിക്കത്തില്ല. ഓക്കെ, റൂം ബുക്ക് ചെയ്യാൻ പോയപ്പോ ഞാൻ പറഞ്ഞല്ലേ, മനസ്സിലായില്ലേ? എന്താ പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. അനസിന്റെ ഇത് അടുത്ത ഓഫീസായിരുന്നു. എത്രാമത്തെ ഓഫീസായിരുന്നു? കോളർ സെക്കൻഡ് ഓഫീസായിരുന്നു. അപ്പോ അത് പാസ് ചെയ്തപ്പോൾ ഐ വാസ് തിങ്കിങ് ആ കാര്യത്തിലൊക്കെ ആശം പിടിക്കുന്നതാണ്. വർക്കഹോളിക്കാണ് ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴൊന്നും അല്ല. പുള്ളി രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന സ്നേഹം കൊണ്ടോ എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല. ഇന്ന് യൂബറിന്റെ കാശ് പുള്ളിക്ക് ലാഭിച്ചതിനുള്ള പ്രത്യേക സ്നേഹമാണ്. അങ്ങനെയൊന്നുമല്ല. ചെക്കൻ ഓണാണ്, ചെക്കൻ പൊളിയാണ്. ചെക്കനെ കുറിച്ച് പറയാനാണെങ്കിൽ പറയിപ്പിക്കരുത്. നീ മനസ്സിലാക്കിയോ? നിന്നെ കൊണ്ട് നീ നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുന്ന രീതിയിൽ പറയിപ്പിക്കരുത്. എന്റെ വ്ളോഗ് കാണുന്നവർക്ക് ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കണം. അനസ് വന്നപ്പോഴാണ് വ്ളോഗ് ഓണായത്. മറ്റേയൊക്കെ ഞാൻ മാത്രം കിടന്ന് അവന് റോഷനും അത്യാവശ്യം സംസാരിക്കും. ഇപ്പൊ വേറെ ആരോട് ഞാൻ വ്ളോഗ് എടുത്തേ. നമുക്ക് ഇവിടെ പ്രീസനെ കാണുമ്പോൾ പ്രീസനെ കുറിച്ച് കുറച്ച് സംസാരിച്ചു നോക്കാം. പ്രീസ എന്ത് പറയുന്നത് നോക്കാം.
പ്രീസയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ വ്ളോഗ് എടുക്കാൻ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. എടാ നീ വ്ളോഗ് എടുക്കാം. അപ്പൊ ഞാൻ പറയുന്നു ഐഫോണൊക്കെ കിട്ടിയിട്ട് എടുക്കാം. അപ്പൊ പറയും ഐഫോണിന്റെ ഒന്നും ആവശ്യമില്ല, എടുത്താൽ മതി എന്ന് പറയും. ബട്ട് നിനക്ക് അതിനുള്ള ടാലന്റ് ഉണ്ട്. ലൈക്ക് കോളേജിൽ വെച്ചാണെങ്കിലും ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നതിലാണെങ്കിലും ഒരു ആങ്കറിങ് ആ ഒരു ടാലന്റ് ചെക്കാനുണ്ട്. ഉളുപ്പില്ല. എന്നെ കുറിച്ച് പുകഴ്ത്തി കേൾക്കുമ്പോ എനിക്ക് എന്നെ ഒരു വല്ലാത്തൊരു മതിപ്പുണ്ട്. സൂചിച്ചതല്ല കേട്ടോ. കൈ കളിക്കുന്നത് പബ്ലിക് സ്പീച്ചിന് ഇവൻ എടുക്കണം. അനുസരിച്ച് പ്രൈവറ്റ് സ്പീച്ചിന് എടുക്കാനല്ല കേട്ടോ, വേറെ ആരും അറിയാതെ. പലരും കാണുന്നതുകൊണ്ട് ആ ടോപ്പിക്ക് ഞങ്ങൾ വിടുന്നു. ഇതിനകത്ത് ഹിന്ദി എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കഴിവും പുള്ളിക്കുണ്ട്. ഓക്കെ, എന്റെ കല്യാണം നടക്കാൻ പോകുന്നതുകൊണ്ടും അവരുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ടും അവരുടെ ടോപ്പിക്കുകൾ നമുക്ക് വിട്ടേക്കാം. ആത്മാർത്ഥന സുഹൃത്തിനെ ഒരിക്കലും പിണക്കരുതളിയാ. ഞാൻ പിണക്കുന്നില്ല. ഓക്കെ, ഞാനിപ്പോ ഫ്ലാറ്റ് എത്തിട്ട് കൈ കളിക്കുന്നു. അങ്ങനെ നമ്മൾ വഴുതക്കാട് ഫോറസ്റ്റ് ഓഫീസിനടുത്തുള്ള ഇവിടെ എത്തി. ഇവിടെയാണ് നമ്മൾ കാണുന്നതാണ് പ്രീസർ ഫ്ലാറ്റ്, ആർടെക് മീനാക്ഷി. സോ ഈ റോഡൊക്കെ ഉണ്ട് ഇപ്പൊ ഭയങ്കര അല്ല, നേരത്തെ അല്ല, ഭയങ്കര ഡെവലപ്മെന്റ് ആയിപ്പോയി. ഇടയ്ക്ക് കുറച്ച് കുഴിച്ചിട്ട് അങ്ങ് പോകണം, അവിടെ പോകണം. അടുത്ത ഗേറ്റ് എടുത്ത്. സോ ആർടെക് മീനാക്ഷി ആൻഡ് മാലതി, അവിടെയാണ് നമ്മുടെ TVS താമസിക്കുന്നത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രീജർവീസിന്റെ പണിപാളികൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലിഫ്റ്റ് കയറി പൊക്കോണ്ടിരിക്കുകയാണ്. 12 പോയി കൊച്ചുണ്ണിയെ കാണണമെന്നുണ്ട്. പക്ഷെ കൊച്ചുണ്ണി ബിസി ആയിട്ട് നമ്മൾ 12 പോകുന്നില്ല. അത് നടക്ക് മനസ്സിലാവും. എന്നെ പോലുള്ള ഭുജികൾക്കൊന്നും അത് മനസ്സിലാവില്ല. Okay, should be some movie dialogues. അങ്ങനെ നമ്മൾ പ്രീജർവീസിന്റെ മണിമാളയിലെത്തി ഗൈസ്. കണ്ണനായിരിക്കും ഹായ് കണ്ണ. ഞാൻ ആരാന്ന് പറ, ആരാന്ന് പറ. ചോദ്യം പറഞ്ഞൊന്നും ഇല്ലേ. See, you are on my vlog. പ്രീജർവീസിന്റെ കൊട്ടാരം നമ്മൾ വന്ന ഗൈസ്. അലീന ആഫ്റ്റർ ലോങ് ടൈം കാണുന്ന നിൽക്കാരി നിലത്തും താഴെ നിൽക്കുന്നു. പാവാടാ അനസ്വന്തം ചെട്ടി ആവശ്യമുള്ള കേട്ടോ. അവരോട് കവറിൽ നേരെ തോന്നാ കേട്ടോ. സമ്മതിച്ചു. എന്റെ പൊന്നു കണ്ണാ സേ ഹായ്. നിനക്ക് അവനെ അറിഞ്ഞുകൂടാ അനസ്. ഇതേ പുഷ്പ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ണനെ. അത് പറഞ്ഞു നീ കൊച്ചിനെ അങ്ങ് ഭയങ്കര ഫ്രീ ആയിട്ട് വിട്ടേക്കുവാ. അതായത് കണ്ടായിരുന്നില്ല ചിത്ര ചേച്ചിനെ കണ്ടോ? ചിത്ര ആന്റിനെ കണ്ടോ? പ്രീജറുടെ ഫ്ലാറ്റിലെ ഈ ഒരു സ്പേസ്, ഈ ടെറസിലുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ഞങ്ങളുടെ ഓഫീസിലെ ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്യാതറിങ് സ്പേസ് ആയിരുന്നു ഇത്. അങ്ങനെ ഗ്യാതറിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റെഗുലറായിട്ട് ഞങ്ങൾ അവിടെ ഗ്യാദർ ചെയ്തിട്ടില്ല. ബട്ട് 1 or 2 times ആമിനയുടെ ബർത്ത്ഡേ, അങ്ങനെ കുറച്ച് ബർത്ത്ഡേസ് ഒക്കെ നമ്മളവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹാഡ് ദി ബെസ്റ്റ് മെമ്മറി ദെയർ. കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ദെൻ ഫൺ മൊമെൻറ്റ്സ്, അങ്ങനെ കുറേ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പീക്ക് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു പീക്ക് ഏരിയ ആണ് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഒന്നിട്ട് പറ ബൈ പ്രീജർവീസ്. ഇതൊക്കെ തീർച്ചയായും വരുന്നതായിരിക്കും. ബൈ ബൈ ബൈ. ഇതൊക്കെയാണ് കണ്ടന്റ്.
അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 3 o'clock ആയി. അങ്ങനെ അജ്വ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടുത്തെ ബിരിയാണി എനിക്ക് മനസ്സിലും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞ് സോ റൈറ്റ് നൗ അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് കൊറിയനെ കല്യാണം വിളിക്കാനായിട്ടാണ് പോകുന്നത്. സോ ദിസ് ഈസ് സോ കോൾഡ് കൊറിയൻ നിഖിൽ കുര്യാക്കോസ്. കുര്യനെയും കിട്ടി, നമുക്കൊരു അപ്പൂപ്പൻ താടിയും കിട്ടി ഗൈസ്. രണ്ടും ഒരുമിച്ചായിരുന്നു. അതെ. വാ. How are you? Good. എന്താ പരിപാടി ഒന്നും ഇല്ലാന്നോടാ? പരിപാടി കണ്ടൊരു കല്യാണം കഴിഞ്ഞു, സദ്യയും കൊണ്ടു. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ടോണേ മാറാണ്. അതെ ഗൈസ്, കല്യാണത്തിന് പോയിട്ടുണ്ട്. അതായത് കൊറിയനെ കണ്ടിട്ട് ആ ചാനൽ റീച്ച് കൂടുന്നുണ്ടെങ്കിൽ വാ. ഹലോ ആൻറ്റി. കല്യാണത്തിന് പോകണ്ടാന്നോ? ശരി ആയിക്കോട്ടെ. ഞാൻ ചെറുപ്പത്തിൽ ചോദിച്ചപ്പോഴേ അവിടെ ബ്രൂണോ ഉള്ളതെന്ന് മമ്മിക്ക് ഭയങ്കര പാടാണ്. ആരാണ് കുടിയാന്ന് പേരിട്ടെ? സോ Korean and Alina പോയ ചാൻസിൽ എന്തൊക്കെ ചോദിക്കട്ടെ. After marriage. Yes, ma'am. So I'm getting married. Okay. As a married couple. Okay. What are your advices? Advices. Always listen to your wife. Okay. Listen to yourself first. Then listen to your wife. Then listen to the wife. Yeah. Okay. And then Always, try to get time for both of you first, and then time for work or any other people in your life. Okay. prioritize your relationship. Travel. Yeah. Travel at this early age. She said prioritize your relationship first. You were saying No, I travel. wanted to. No, Okay. that is very true. Okay. You'll have so much fun. Yeah. Have fun. എല്ലാവരും റെക്കോർഡ് ചെയ്തിരിക്കുക. അത് പിടിക്കാൻ പാടില്ല. ആൾക്കാരുടെ ഒരു കൺസെന്റ് കൂടി വേണ്ട റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ കൺസിഡർ തന്നില്ലല്ലോ. സോ കുര്യനെ നമ്മൾ കല്യാണം വിളിച്ചു കഴിഞ്ഞു. ബൈ. അപ്പോൾ നമുക്ക് കല്യാണ ദിവസം കാണാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡ്യൂറോൺ ടു ചെക്ക് അവിടെ മെറ്റീരിയലൊക്കെ എങ്ങനെ വരാമെന്നൊക്കെ ഒന്ന് അറിയാനായിട്ട്. ആൻഡ് ഈ തെണ്ടീനെ കൊണ്ട് ഒരു വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അവിടെ പോലും നമ്മളെ കാല് വരും. സത്യസന്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് എന്നും തട്ടിയൊക്കെ വിടുകയല്ല. സത്യസന്ധമായ കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. ഞാൻ ഇതിന്റെ എന്തെങ്കിലും താറ്റി പറഞ്ഞോ? എന്തെല്ലാം പറഞ്ഞു. നമുക്ക് അങ്ങനെ പറയാൻ കൊള്ളാമോ? പാടില്ല. കോമഡിയാ. പിന്നെ എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അതെ, എല്ലാവർക്കും അവിടെ ഇതിപ്പോ പ്രീസേനെ പറയായിരുന്നു. പുള്ളിനെ പറഞ്ഞ് കയ്യിലെടുത്തു. പുള്ളി പൊതുവെ അങ്ങനെ ആർക്കും മിണ്ടുന്ന ആളെയല്ല. ഇവരുടെ അടുത്ത് എന്നും കഥ പറയാ. പുള്ളിന്റെ ഒരു ചെറിയ വേർഷനാ. ഫ്യൂച്ചറിൽ അതൊക്കെ ആകാനുള്ള ആളാണ്. അപ്പൊ നമുക്ക് ഡ്യൂറോണിൽ പോയിട്ട് കാണാം. ഇതാണ് മെറ്റീരിയൽ. സാറ്റിൻ ബ്ലാക്ക് ആണ് ബ്രൈഡ്. ബ്രൈഡാ? ഗ്രൂം. എനിക്കപ്പോ എത്ര മീറ്റർ വേണ്ടി വരുമായിരിക്കും? മെറ്റീരിയലിന്റെ പ്രൈസ് കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് കംസ് അറൗണ്ട് വാട്ട് വി ടേക്ക് ഫോർ. ഒറിജിനൽ നമ്മൾ എത്ര എടുക്കും? 8,900. 3 hours. അപ്പം ലാസ്റ്റ് മെറ്റീരിയൽ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ 8,900 വരും. അതിനേക്കാൾ നല്ല മറ്റേ അവിടെ പോയി എടുക്കുമ്പോൾ ബ്രാൻഡ് വാങ്ങാം. സെയിം മെറ്റീരിയൽ കിട്ടുമെന്നുള്ളത് നോക്കാം. നമ്മളൊരു സാറ്റിൻ ബ്ലാക്ക് നൈസ് സാധനം എടുത്തിട്ടുണ്ട്. സംഭവം കൊള്ളാം. നോക്കാം. അപ്പം എന്തായാലും മറ്റേ ഉള്ള ഇതിനും കൂടി നോക്കിയിട്ട് ഏതാണോ ബെറ്റർ അത് നമുക്ക് നോക്കിയെടുക്കാം. ഫുൾ ബിസിനസ് മൈൻഡാണ്.
ഫൈനൽ റേറ്റ് ഒക്കെ പിടിച്ച്. പക്ഷെ കൊള്ളാം, മെറ്റീരിയൽ കൊള്ളാം അല്ലേ, നല്ലതല്ലേ? കേരളം വെന്തുരുകയാണ് ഈ സമയത്ത്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇജാതി ചൂട്. സോ നമ്മൾ ഡ്യൂറോണിൽ ഇറങ്ങി. ഡ്യൂറോണിലെ മെറ്റീരിയലിൻ്റെയും ഫൈനൽ സ്റ്റിച്ചിങ് ഇതൊക്കെ വെച്ച് വന്ന് കഴിയുമ്പം ഓൾമോസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് ഒരു കോട്ടൺ സ്യൂട്ട് എടുക്കുന്നതിൻ്റെ ആ ഒരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. അപ്പം രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് സം അതർ ഡേ 1 week സ്റ്റിച്ചിങ് ടൈം വരുന്നുണ്ട്. അപ്പോൾ ഡയമണ്ട് ഓൾമോസ്റ്റ് 20K ആവുന്നുണ്ട്. അതിൻ്റെ നേരെ പകുതി കോസ്റ്റല്ലേ ആവുന്നുണ്ട്. അല്ലെങ്കിൽ LPയും ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടോ അറിയില്ല, പോയി നോക്കണം. കോസ്റ്റ് എഫക്റ്റീവ് ആണല്ലോ നിന്റെ മെയിൻ പാർട്ട്. നമുക്ക് ചാലയിലും കൂടെ കയറി നോക്കാം, ചിലപ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ MBAയുടെ യൂണിഫോം ഇടാം. ആ അത് ശരിയാണ്. നിന്റെ MBA കോട്ടാകുമ്പോഴത്തേക്ക് അതുപോലെ ഉണ്ടാവും. സോ ഫൈനലി ഇന്നത്തെ ടാസ്കുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സോയും ഇല്ല, നല്ല ചൂടാണ്. പുറത്ത് ചൂട് കൊണ്ട് മനുഷ്യ ഭ്രാന്തെടുത്ത് ജ്യൂസ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ താൻ തന്നെ ചെയ്തു കാണും. സിറ്റി കിടക്കാൻ നിനക്കറിയത്തില്ലേ? എനിക്ക് അങ്ങോട്ടൊക്കെ ഉള്ള അറിയാം. ഇവിടെയൊക്കെ എവിടെയാണ് കയറുക ജ്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മളങ്ങനെ സ്യൂട്ട് നോക്കാൻ ഡ്യൂറോണിൽ പോയി. കാരണം ഡ്യൂറോൺ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് കുറച്ച് പേര് പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കാനായിട്ട് പോയിട്ട് അതുകൊണ്ട് സാധനമുണ്ട്, നല്ല നൈസ് മെറ്റീരിയലുണ്ട്. അപ്പോൾ ഒരു പ്രൈസ് പറഞ്ഞതും മെറ്റീരിയൽ എടുക്കുന്ന കോസ്റ്റും പിന്നെ ഫൈനൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും കൂടി ഏകദേശം അറൗണ്ട് 8,000 9,000 അടുപ്പിച്ചാകുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നെടുത്താലും ആ റേറ്റിന് കിട്ടില്ല. ബട്ട് സ്റ്റിൽ അത് കമ്പയർ ചെയ്തിട്ട് ഇത് വേണം എന്ന് തീരുമാനിക്കാൻ വിചാരിച്ചപ്പോൾ ചിലപ്പോൾ നാളെ നമ്മൾ ബ്ലോഗ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും. അപ്പോൾ കുര്യനെ കൂട്ടിയിട്ട് LP റേമണ്ട് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം കമ്മിങ് ഡേയ്സ്. എല്ലായിടത്തും 1 week ഒക്കെയാണ് ഒരു സ്റ്റിച്ചിങ്ങിന് പറയുന്നത്. അപ്പോൾ സമയമുണ്ട്. ഇത്രയും പോയപ്പോൾ തന്നെ അനസ് അബ്ദുൽ കലാം അടുത്തിരിക്കുകയാണ്. കാരണം പോകുന്നിടത്തെല്ലാം നമ്മളെ ഒന്ന് ഇരുത്തണ്ടേ, അതിന് ക്ഷീണം കാണും. എല്ലായിടത്തും പോയി നമ്മളെ വാരുക എന്നുള്ളവരുടെ അവരുടെ ടാസ്ക്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് പരിപാടികൾ കഴിഞ്ഞു. പുള്ളിയുടെ പ്രൊഫഷണൽ കോമഡി നമ്മളെ സ്റ്റേറ്റ് സിലബസുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. ഏതെങ്കിലും പണ്ട് തൊട്ട് നമ്മുടെ ICC-ക്കാരോട് കുറച്ച് CBSE-ക്കാരോട് കുറച്ച് വെറുപ്പുള്ള കൂട്ടത്തിലാണ്. അതുപോട്ടെ, പുള്ളി വേറെ ട്രാക്കാണ്. അപ്പം നമ്മളെ കുറിച്ച് പറയാൻ കഴിയില്ല. ഇപ്പം അത്യാവശ്യം ഫ്രണ്ട് ബെഞ്ചറും ലാസ്റ്റ് ബെഞ്ചറും എങ്ങനെ സെറ്റായി എന്ന് ചോദിച്ചു, എങ്ങനെ ജെല്ലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ബെഞ്ചറിന്റെ ഉള്ളിലൊരു ഫ്രണ്ട് ബെഞ്ചറും ഉണ്ട്, ഫ്രണ്ട് ബെഞ്ചറിന്റെ ബാക്കിൽ ഒരു ബാക്ക് ബെഞ്ചറും ഉണ്ട്. അതൊന്നും കൊണ്ടല്ല. ഈ അലവലാതിക്ക് വേറെ കമ്പനിക്കാരില്ല. ഉള്ളതിൽ നല്ല ക്ലബായിട്ട് അത്യാവശ്യം വൈബായിട്ട് പോകുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ഉള്ളതുകൊണ്ട് പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്തു. മേ ബി ആയിരിക്കാം, ആവാതിരിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ യവൻ ഈ കാണിക്കുന്നതും ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നുമല്ല യവൻ, അത് വേറൊരു സത്യം. നോ കമന്റ്സ് ഗൈസ്. നിങ്ങൾക്ക് പോകെ മനസ്സിലാവും. ഫസ്റ്റ് ബ്ലോഗ് ആവാൻ പോകുന്നത് ഇവ ഇതെങ്ങനെ റീച്ചായി, ഇവ അങ്ങോട്ട് സെറ്റായി. ഇവ ഒരു BMW കാറൊക്കെ എടുത്ത് ഇങ്ങനെ പട്ടി ഷോ കാണിക്കുമ്പോഴത്തേക്ക് അതിന്റെ താഴെ കമന്റ് വരും, അന്ന് അച്ചക്കൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, അവൻ പറഞ്ഞ എല്ലാ വേർഡും കറക്റ്റ് ആയിരുന്നു. മേ ബി അവന്റെ BMW കാറിൽ ഞാൻ ഉണ്ടാവണമെന്നില്ല. 78 സബ്സ്ക്രൈബർ ഉള്ളതിനെ കുറിച്ചാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടി ഓർക്കണം. ആ 78 പേരിൽ 10 പേരിലും കണ്ടാൽ തന്നെ വലിയ കാര്യം. ബട്ട് അവന്റെ നാവ് പൊന്നാവട്ടെ. ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ആയാൽ ഫ്യൂച്ചറിൽ എനിക്ക് ട്രോൾ ഉണ്ടാക്കാലോ. അന്ന് ആ കണ്ണാടി വെച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടും നിന്റെ മുഖത്തിരിക്കുന്ന എന്താണ് കണ്ണാടി? ഇല്ല, ആ കണ്ണാടി ഇതൊക്കെ കൂടിയ കണ്ണാടി, ഇത് ലോക്കൽ കണ്ണാടി. ഇതിലൊരു സീക്രട്ട് ഉണ്ട് ഈ കണ്ണാടിയിൽ, അത് ഞാൻ പറയുന്നില്ല. എന്താ സീക്രട്ട് പറയാം? എല്ലാ സീക്രട്ടും മറ്റേ സിനിമയിലെ പോലെ ഇത് വെച്ച് നോക്കിയാൽ ആൾക്കാർ തുണിയില്ലാതാണെന്നായിരിക്കും. ചളികൾ വെക്കാൻ അങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ. ഇതുപോലുള്ള ജ്യൂസ് നൈസാണ്. നട്ടക്കുളങ്ങര ഈ ഏരിയയിൽ ജ്യൂസും കാര്യങ്ങളും ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ഇതൊന്നും അല്ല മെയിൻ പ്രശ്നം. ബ്ലോഗേഴ്സിന്റെ ലൈഫ് ഭയങ്കര പാടാണ്. കാര്യം 24 മണിക്കൂർ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം, ജ്യൂസ് കുടിക്കാൻ പറ്റൂല, പുറത്തിറങ്ങാൻ പറ്റൂല. വെരി പത്തറ്റിക്. When we started to shine, we
start to crave, oh, I pray the Lord to free me. I've fallen for a day. Tell me where we are going today. We are going for? Say? We are going for what? You want pizza, and after that we'll go for shopping. Shopping? So we are going for shopping today, and today is 20th of April, Easter. Today is Easter, right? So what do you do for Easter? So today is April 20th, Easter day ആണ്. അപ്പം we have ലാസ്റ്റ് കുറച്ചൊരു ഷോപ്പിംഗ് കൂടി ബാക്കിയാണ്. ലാസ്റ്റ് കുറച്ചൊന്നുമല്ല, കുറച്ച് നാളായിട്ട് പെൻഡിങ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഷോപ്പിംഗ് ആണ്. അതായത് സാരിയുടെ കുറച്ച് സാരീസ് എടുക്കണം. അപ്പോൾ we have come to Pothi, and right now we are at Pothi looking for മമ്മിയുടെ സാരി, ചേച്ചിയുടെ സാരി, പിന്നെ സ്നേഹയുടെ മോങ്ങുള്ള സാരി, കുറേ സാരീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ women are actually waiting here. ഇന്ന് April 21 ആണ്. എൻ്റെ വെഡിങ് അറ്റൻഡ് ചെയ്തിട്ട് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പലയിടങ്ങളും കയറി നോക്കി, ആൻഡ് ഫൈനലി ഇതുവരെ എൻ്റെ വ്ളോഗിൽ വരാത്ത ആളെയും കൂട്ടിയിട്ട് ഞാൻ ഫൈനലി ഇവിടെ വന്നേക്കുവാ. ഇവിടെ വന്ന് മെറ്റീരിയൽ എടുത്തു, അതിന്റെ സ്റ്റിച്ചിങ്ങിനുള്ള ഇതൊക്കെ കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ 28th ട്രയലിന് വന്ന് നോക്കാം. എന്തെങ്കിലും ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റിന് ഡെലിവറി ചെയ്യാം. അപ്പൊ അന്നത്തേക്ക് എന്റെ ഡ്രസ്സിന് കാര്യത്തിൽ തീരുമാനമാവും. ആൻഡ് ഇവരൊക്കെ ഓൾറെഡി ബ്രൈഡ്സ് മെയ്ഡിന്റെ ഗൗണൊക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പം ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. ഉണ്ട്. ഇനി പോത്തീസിലേക്ക് ഒന്ന് പോകണം. കോട്ടായി വേണം, ഇനി ഷൂസ് വേണം, ബെൽറ്റ് വേണം, കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. സമയമുണ്ട്, ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, വർക്ക് ഒരുക്കിയിട്ട് പെട്ടെന്ന് ഞങ്ങളത് ഓർത്തത് ഈ ഒരു ഷോപ്പ് 7 മണി വരെ കാണുള്ളൂ. ഗൂഗിളിലാണ് കാണിച്ചത്. നമുക്ക് സ്പീഡിന് ഓടി വന്നു, പക്ഷെ വന്നപ്പോ ഉണ്ടായിരുന്നു. അടുത്ത് ഇനി എവിടെയൊക്കെ പോയി എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ, ഇനി അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ.